യെസ്, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൂ ഈസ് കോൾഡ് എ മെമ്പർ ഓഫ് എ കമ്പനി? ഹൂ ഈസ് കോൾഡ് എ മെമ്പർ ഓഫ് എ കമ്പനി? Actually, there are three types of members. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സബ്സ്ക്രൈബർ ടു മെമ്മറാൻഡം. സബ്സ്ക്രൈബർ ടു മെമ്മറാൻഡം. അത് പറഞ്ഞാല് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ MOA ഉണ്ടാവും അല്ലെ, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് MOA ഉണ്ടാവും. ആരൊക്കെ ആ കമ്പനി ഫോർമേഷൻ സമയത്ത് ആ MOA സൈൻ ചെയ്യുന്നു അവർക്ക് ഓട്ടോമാറ്റിക്കലി ദൈ ബിക്കംസ് ദ മെമ്പേഴ്സ്. നോ നീഡ് ഫോർ സെപ്പറേറ്റ് പ്രോസസ് ഒന്നും ആവശ്യമില്ല. അവരുടെ നെയിംസ് ഓൾറെഡി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ അവരുടെ നെയിം ഓൾറെഡി എൻറ്റേർഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ പേഴ്സൺസ്. ആദ്യത്തെ ആൾക്കാർ ഹു ആർ കോൾ മെമ്പേഴ്സ് നമ്മൾ നോക്കുന്നത് 3 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അല്ല, ആദ്യത്തെ നമ്മൾ പറഞ്ഞത് സബ്സ്ക്രൈബർ ടു മെമ്മറാൻഡം. എങ്ങനെ മെമ്മറാൻഡം സബ്സ്ക്രൈബ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി there will be a MOA. So the people who signed that MOA automatically becomes the members of the company. അവരുടെ പേര്, their names are entered in the register of members. Automatically enter ആവും register of members. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ വാക്ക് കേട്ടോ. മെമ്പേഴ്സിന്റെ പേരിൽ ഓൾറെഡി വരും. ഉദാഹരണത്തിന് ഇപ്പോ ഒരു 5 പേര് ഒരു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ 5 പേരും രാം, ശ്യാം, മോഹൻ, കൃഷ്ണൻ, ഗോവിന്ദ്, ഈ 5 പേരും ഈ ABC ലിമിറ്റഡിന്റെ MOA സൈൻ ചെയ്ത് കഴിഞ്ഞാല് all these 5 automatically becomes members immediately. അത്രേ ഉള്ളൂ. ക്ലിയർ? ഇനി അടുത്ത ടൈപ്പ് ആൾക്കാർ ആരൊക്കെ നോക്കാം. That is the person who agrees in writing to become the member. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ. That is person who agrees in writing. അതായത് ഒരാള് അഗ്രി ചെയ്യണം ഇൻ റൈറ്റിംഗ്, ഇതിന് മെമ്പർ ആവാൻ തയ്യാറാണെങ്കിൽ then his name is entered in register. ഇപ്പൊ നിങ്ങള് ആ ഒരു ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെന്ന് വെക്കുക, ഒരു കമ്പനിയുടെ ഫിസിക്കലി ഇൻ റൈറ്റിംഗ് അപ്ലൈ ചെയ്യണമെന്ന് വെക്കുക. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ കൺസെന്റ്. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് യു ആർ അഗ്രീ ടു ബിക്കം എ മെമ്പർ. അപ്പൊ കമ്പനി അക്സെപ്റ്റ് ചെയ്യും. സോ യു അപ്ലൈ ഫോർ ഷെയർസ്. You apply for shares of ABC. You apply for shares and company accepts. Then your name is entered in register. Your name is entered in register. Your name is entered in register. Once your name is entered in register, what's happened? You automatically become a member. Clear? ഇത് ഫിസിക്കൽ ഫോമിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊക്കെ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങൾക്കറിയാം സരോദ, ജിയോജിത്ത്, അതേപോലെ വാട്ട് ഹാപ്പൻസ് ഇസ് ഡെപ്പോസിറ്ററി സിസ്റ്റം ആണ് ഇപ്പോൾ നടപ്പിലാവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് നമുക്ക് പറയാം. മെമ്പർ 2 ടൈപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ ടൈപ്പ് ഇസ് ബെനിഫിഷ്യൽ ഓണർ. നമുക്ക് പറയാം ബെനിഫിഷ്യൽ ഓണർ. അതായത് വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് പേഴ്സൺ ഹൂസ് ഹോൾഡിംഗ് ദ ഷെയർസ് ഇസ് നോൺ ആസ് എ ബെനിഫിഷ്യൽ. ഇൻ മോഡേൺ സിസ്റ്റം ആക്ച്വലി ഡിമാറ്റ് സിസ്റ്റം ആണ്. ഷെയർസ് ആർ ഹെൽഡ് ഇലക്ട്രോണിക്കലി. അപ്പോൾ ഡെപ്പോസിറ്ററി റെക്കോർഡ്സ് യുവർ നെയിം. അത് കൂടുതൽ ഡീറ്റെയിൽഡ് എക്സിക്യൂട്ടീവ് പഠിക്കുമായിരിക്കും. ഇപ്പൊ നമുക്കത് ആക്ച്വലി പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കാൻ മനസ്സിലാക്കിയാൽ മതി. ഡെപ്പോസിറ്ററി സിസ്റ്റം, ഇപ്പൊ നിങ്ങളൊരു ജിയോജിത്തിൽ കൂടെ നിങ്ങളൊരു ഷെയർ പർച്ചേസ് ചെയ്തു, then you becomes a beneficial owner. അത്ര മാത്രം മനസ്സിലാക്കിയത്. This person holding shares is considered as a beneficial holder. Beneficial owner ആകുമ്പോൾ you are a member of that company. ഇപ്പൊ നിങ്ങൾ സരോദയിൽ കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഷെയർ പർച്ചേസ് ചെയ്യും, സരോദ അല്ലെങ്കിൽ ജിയോജിത്ത്, മേ ബി ജിയോജിത്ത് അല്ലെ, ജിയോജിത്തിൽ കൂടെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലാണ് നിങ്ങൾ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഡെപ്പോസിറ്ററി റെക്കോർഡ്സ് യുവർ നെയിം.
ഡെപ്പോസിറ്ററി ഓട്ടോമാറ്റിക്കലി റെക്കോർഡ്സ് നെയിം. അതിന്റെ ഒരു പ്രൊസീജിയർ ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഡെപ്പോസിറ്റ് റെക്കോർഡ്സ് യുവർ നെയിം, ദെൻ യു ആർ ട്രീറ്റഡ് ആസ് എ മെമ്പർ. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് കമ്പനീസ് ആൻഡ് മെമ്പേഴ്സ്, അത് കുറച്ച് റിപ്പീറ്റേഷൻ ആണ്, നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്യാണ്ട് ഓടിച്ചു പോവാം. 3 ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഇവിടെ പറയുന്നത്. വൺ ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൽ എന്ത് സംഭവിക്കാം? മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇങ്ങനത്തെ കമ്പനിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറയുമ്പോൾ ആരൊക്കെ പറയുന്നു ഈ കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര രൂപ കൊടുത്തോളാം എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്നു, ആ സൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ, ആ ഗ്യാരണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആരാവും? He becomes a members. Okay, that is they agrees to pay a certain amount if company closes. Okay, അവരാണ് members എന്ന് പറയുന്നത്. Unlimited company, only thing is that the liability is unlimited, the rest all is the same. We have already discussed it many times, so I'm not going to repeat it again. Okay. ഇനി നമ്മളപ്പോ ഇപ്പൊ 2 കാര്യങ്ങളാണ് നമുക്ക് നിർബന്ധമായിട്ടും ഒരു മെമ്പർ ആവണമെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ആണ് വേണ്ടിവരിക. അതായത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ മെമ്പർഷിപ്പ്. ഒരാളൊരു മെമ്പർ ആണെന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വൺ ഈസ് എഗ്രിമെന്റ് ടു ബിക്കം മെമ്പർ. ഇതിലൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കമ്പനിയുടെ ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് മീൻസ് ദാറ്റ് യു ഹാവ് അഗ്രീഡ് ടു ബിക്കം ദ മെമ്പർ. ആ രീതിയിലാണ് എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെമ്പർ ആവാൻ നമ്മളൊരു ഷെയർ ഉണ്ടായാൽ മാത്രം പോരാ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നെയിം മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നെയിം, നിങ്ങളിൽ ഒരു കമ്പനിയുടെ ഷെയർ കിട്ടിയാൽ യു ബിക്കംസ് ദ ഷെയർ ഹോൾഡർ. പക്ഷെ മെമ്പറായി മാറണമെങ്കിൽ യുവർ നെയിം മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. എങ്കിൽ മാത്രമേ മെമ്പറായി വരുള്ളൂ. ഓക്കെ, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. Without name in a register, you are not a member. Okay. നിങ്ങൾ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു, പക്ഷെ രജിസ്റ്ററിൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് ലീഗലി എ മെമ്പർ. ഇനി മെമ്പറുടെയും ഷെയർ ഹോൾഡറിന്റെയും ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺസ് ഹു ഓൺസ് ദ ഷെയർസ്. ഓക്കെ. മെമ്പർ എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടാവണം. മെമ്പറിന് ഷെയർസ് ഇല്ലാതെയും മെമ്പറിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഒരു ഗ്യാരണ്ടി കമ്പനി ആണെങ്കിൽ ഗ്യാരണ്ടി മതി അല്ലേ, അല്ലാതെ ഷെയർസ് വേണമെന്നില്ല. പക്ഷെ ഷെയർ ഹോൾഡറിന് എപ്പോഴും ഷെയർസ് ഉണ്ടാവും, അതൊരിതാണ്. പിന്നെ വെൻ യുവർ നെയിം ഈസ് എൻറ്റേർഡ് ഇൻ രജിസ്റ്റർ ഓർ സൈൻസ് MOA, യു ബിക്കം ദ മെമ്പർ. ഷെയർ ഹോൾഡർ ആവുന്നത് ദെൻ ഷെയർസ് ആർ അലോട്ടഡ്. ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആവുന്നുള്ളൂ. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്, ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ എ എന്ന് പറഞ്ഞ ആള് ബി എന്ന് പറഞ്ഞ ആൾക്ക് ഷെയർ കൈമാറ്റം ചെയ്തു, ബി ബൈസ്. പക്ഷെ ബിയുടെ പേര് ഇതുവരെ രജിസ്റ്ററിൽ എൻ്റർ ആയിട്ടില്ല. സോ ബി ബിക്കംസ് എ ഷെയർ ഹോൾഡർ, നോട്ട് എ മെമ്പർ. വൺസ് ഹിസ് നെയിം ഇസ് എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ, ദെൻ ഓൺലി ഹി ബിക്കംസ് എ മെമ്പർ. ഇനി അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു, ആൾക്ക് കുറെ ഷെയർസ് ഉണ്ടായിരുന്നു. അയാൾ മരണപ്പെട്ടു. ഒബ്വിയസ്ലി അയാളുടെ ഷെയർസ് അയാളുടെ മക്കളായ ബി സിക്കൊക്കെ കിട്ടി. പക്ഷെ they are now shareholders. Since their name is not yet entered in the register, they won't become a member. Okay, clear? ഇത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെ അതിലുള്ളൂ. ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. വിത്ത് ദിസ് ക്ലാസ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ദ കമ്മിങ് ഡേയ്സ്. അപ്പോ what I want to tell you is that നമ്മള് ഈ ഒരു ബിസിനസ് ലോസ് അതേപോലെ 1-2 സബ്ജക്ട്സ് മാത്രമാണ് യൂട്യൂബിൽ എടുക്കുന്നത്. അതേഴ്സ് ഓൾസോ വി ടേക്ക്, നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ അറ്റൻഷൻ വേണം എന്ന് തോന്നുന്ന സബ്ജക്ട് വി പേഴ്സണലൈസ് ആപ്പ് ഉണ്ട്. നമുക്ക് എക്സിക്യൂട്ടീവ് എടുക്കുന്ന ആപ്പാണ്. ആ ആപ്പിലാണ് നമ്മൾ ബാക്കി ഈ അക്കൗണ്ട്സ് പോലത്തുള്ള സബ്ജക്ട്സ് ഒക്കെ എടുക്കുന്നത്. സോ യു ജസ്റ്റ് മെസ്സേജ് ടു ദ വാട്സ്ആപ്പ് നമ്പർ ഗിവൻ ദിസ്, വി വിൽ ആഡ് യു ഓവർ ദെയർ. അതേപോലെ ഷോർട്ട് നോട്ട്സ് കിട്ടുന്നുണ്ട്. എല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ. ഞങ്ങളൊരു ബിസിനസ് ആയിട്ടല്ല നമ്മൾ ഈ ഒരു CACT ചെയ്യുന്നത്. സോ യു ക്യാൻ go through that. നമ്മുടെ ആപ്പിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് ടു ദ നമ്പർ ഗിവൻ ഹിയർ. താങ്ക് യു.